ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം എസ്തേറിൻ്റെ പുസ്തകം 8, 9, 10 അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി എസ്തേർ 8-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും കൈവിടുന്നില്ല എന്ന സത്യം ഇന്നത്തെ വായനാ ഭാഗത്ത് നാം കാണുന്നു. മരണവിധി പ്രഖ്യാപിക്കപ്പെടുകയും അതിനർഹരായും തീരാകുന്ന യഹൂദ ജനത ദൈവത്തിൻ്റെ ഇടപെടലിനാൽ രക്ഷപ്പെടുന്നു. അതിനാൽ ദുഃഖവും വിലാപവും ആഘോഷമാക്കി മാറ്റപ്പെടുന്നു. സാത്താൻ്റെ പദ്ധതികളാണ് ഭയം സൃഷ്ടിക്കുക, വിശ്വാസം തകർക്കുക, ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത്. അതിനായി സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് രക്ഷ ഉണ്ടാകുന്നു, ഉയർച്ച ലഭിക്കുന്നു, അവരുടെ ജീവിതം സാക്ഷ്യമായി തീരുന്നു. ഈ സംഭവത്തിലൂടെയും നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട്, ഇന്നത്തെ ഭയം നാളെയുടെ സാക്ഷ്യമാണ്. ഹാമാൻ എന്ന വ്യക്തി യഹൂദ ജനതയുടെ ആകമാനം ഒരു ഭയമായിരുന്നു. എന്നാൽ ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു എന്ന് തിരുവചനത്തിൽ കാണുന്നു. തുടർന്ന് ഹാമാന്റെ സ്ഥാനത്ത് മൊർദെഖായി എത്തുന്നു. ദൈവം മൊർദെഖായിയെ അവിടെ ഉയർത്തുന്നു. രാജാവ് എസ്തേറിനും യഹൂദന്മാർക്കും അനുകൂലമായും കാവലായും നിൽക്കുന്ന ഒരനുഭവം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ യഹൂദന്മാരുടെ മേലുള്ള മരണത്തിൻ്റെ ഉത്തരവ് മാറി അത് രക്ഷയുടെ പ്രഖ്യാപനമായി തീരുന്നു. അതാണ് നാം ഇന്നത്തെ കുറിവാക്യത്തിൽ കണ്ടത്. ഒരു വാതിൽ നമുക്ക് നേരെ അടയുമ്പോൾ പുതിയത് നമുക്ക് നേരെ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്നാൽ നാം പലപ്പോഴും അടഞ്ഞ വാതിലിനു നേരെ നോക്കി നിൽക്കുന്നവരാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്ക് ആർപ്പോടെ കൊയ്യുവാനുള്ള അവസരം ദൈവം നൽകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നുവെന്ന് തിരുവചനം നമ്മോട് പറയുന്നു. അതിനാൽ ഇന്നത്തെ നമ്മുടെ ഭയം നാളത്തെ നമ്മുടെ വലിയ സാക്ഷ്യം ആയിത്തീരും. രണ്ടാമതായിട്ട്, ഇന്നത്തെ സാക്ഷ്യം എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്. ഓർമ്മിപ്പിക്കപ്പെടേണ്ട ചില ദൈവ പ്രവൃത്തികൾ നമ്മുടെയൊക്കെയും ജീവിതങ്ങൾക്കുണ്ട്. എന്നാൽ കാലപ്പഴക്കം നമ്മെ അവയെല്ലാം മറന്നുകളയുവാൻ ഇടയാക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വലിയ വിടുതൽ സംഭവിക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുന്നു. അതാണ് എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം 19, 20 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യഹൂദന്മാർ ഏവരും ആദാർ മാസം 14-ാം തീയതിയെ സന്തോഷവും വിരുന്നും ഉള്ള ദിവസവും ഉത്സവ ദിനവും ആയിട്ട് ആചരിക്കുന്നു. ഇങ്ങനെ പൂരീം എന്ന ആഘോഷം തലമുറകളിലേക്ക് നിലനിർത്തുവാൻ മൊർദെഖായി അവിടെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ വിടുതൽ മറന്നു പോകരുത്. പെസഹ പോലെ എന്നും ഓർക്കപ്പെടേണ്ട അനുഭവമാണ്. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത അനവരതമായ നന്മകൾ നമുക്കും ഓർക്കാം. നമ്മുടെ സാക്ഷ്യങ്ങൾ അടുത്ത തലമുറയോട് നാം പങ്കുവെക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മീയമായ ഓർമ്മകൾ നാം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സാക്ഷ്യ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മൊർദെഖായിയെ ഉയർത്തിയതുപോലെ, എസ്തേറിനെ അവിടുന്ന് കരുതിയതുപോലെ ഞങ്ങളെയും അവിടുന്ന് പരിപാലിക്കണമേ. ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹത്തിൽ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി തീരുവാൻ എന്നെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. ആമേൻ.